ഹായ് ഫ്രണ്ട്സ്, അമ്മയുടെ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് ഒരു വിഷു സ്പെഷ്യൽ അടപ്രഥമനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 പാക്കറ്റ് അരിയട, 1 പാക്കറ്റ് ചവ്വരി, 1 പാക്കറ്റ് കശുവണ്ടി, അതുപോലെ തന്നെ 1 പാക്കറ്റ് ഉണക്കമുന്തിരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ശർക്കരയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ 3 ശർക്കര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ശർക്കരയിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇതൊന്ന് ഉരുകാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട്, നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിവിടെ പ്രഥമനിലേക്കുള്ള അട നല്ല പോലെ വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്കിനി 1 കപ്പ് വെള്ളം ഒഴിച്ച് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരു അരമണിക്കൂർ വെക്കുന്നതാണ് നല്ലത്. അരമണിക്കൂർ നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് പ്രഥമനിലേക്ക് ആവശ്യത്തിനുള്ള ചവ്വരി എടുത്ത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കാം. എന്നിട്ട് ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് പ്രഥമനിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ജീരകം, കുറച്ച് ഏലക്കാരി, അതുപോലെ തന്നെ കുറച്ച് ചുക്കാണ്. ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് റോസ്റ്റ് ആവരുത്, കരിഞ്ഞു പോകരുത്. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ ചവ്വരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പേ മാറ്റി വെച്ച നമ്മുടെ പ്രഥമനിലേക്കുള്ള അട നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചവ്വരിയുടെ കൂടെ ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് കശുവണ്ടിയാണ്. ഇനി ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഉണക്കമുന്തിരിയും കശുവണ്ടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ കശുവണ്ടിയും മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ അടയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ മുമ്പേ മാറ്റി വെച്ച നമ്മുടെ ശർക്കര പാനി അത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ പ്രഥമൻ്റെ കളറ് ശർക്കരയുടെ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിലേക്ക് ആവശ്യമായുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളിവിടെ 5 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചിരണ്ടി എടുക്കാം. അങ്ങനെ നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പാല് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 1-ാം പാല്, ഇതാണ് നമ്മുടെ 2-ാം പാല്. അപ്പം നമ്മുടെ അടയൊക്കെ നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് 2-ാം പാലാണ്. അപ്പോൾ 2-ാം പാല് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മുടെ അടയൊക്കെ വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 1-ാം പാല് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം 1-ാം പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മുമ്പേ പൊടിച്ചു വെച്ചിരുന്ന ഏലക്ക, ജീരകം, ചുക്ക് മിക്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടപ്രഥമൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ മുമ്പേ മൂപ്പിച്ച് വെച്ചിരുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിഷു സ്പെഷ്യൽ അടപ്രഥമൻ്റെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്